നമസ്കാരം, അക്ഷയ മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും അടുത്ത ദിവസങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമായ വളരെ പ്രധാനപ്പെട്ട സർക്കാർ അറിയിപ്പുകളും വാർത്താ അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ കൊടുക്കാനും മറക്കരുത്. കൂടാതെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് 2026 ഫെബ്രുവരി മുതൽ UPI ഇടപാടുകൾ പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം അടക്കം എല്ലാ UPI ആപ്പുകളിലും ഈ മാറ്റങ്ങൾ ബാധകമായിരിക്കും. പുതിയ നിയമങ്ങൾക്കനുസരിച്ച് UPI ട്രാൻസാക്ഷനുകൾ പരമാവധി 10 സെക്കൻഡുകൾക്കുള്ളിൽ പൂർത്തിയാക്കണം. മുമ്പ് ഇത് 35 സെക്കൻഡ് ആയിരുന്നു. ഇടപാടുകളിലെ വൈകല്യവും പരാജയങ്ങളും വർദ്ധിച്ചതിനെ തുടർന്നാണ് ഈ മാറ്റം. ബാങ്കുകളും UPI ആപ്പുകളും തമ്മിലുള്ള API കണക്ഷൻ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. ഉയർന്ന ട്രാഫിക് സമയങ്ങളിലും ഇനി പണം കൈമാറ്റം കൂടുതൽ വേഗത്തിലും സുരക്ഷിതമായി നടത്താൻ സാധിക്കും. ഇത് ഉപയോക്താക്കൾക്കും വ്യാപാരികൾക്കും ഒരുപോലെ വലിയ ആശ്വാസം നൽകുന്ന തീരുമാനമാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള DA വർധനവാണ്. സർക്കാർ ജീവനക്കാർക്കും പെൻഷനർക്കും 3% DA DR വർധന അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി. ഇതോടെ DA 22% നിന്നും 25% ഉയർന്നു. വർദ്ധിപ്പിച്ച DAയുടെ ആദ്യ ഗഡു ഫെബ്രുവരി മാസത്തെ ശമ്പളത്തോടൊപ്പം ലഭിക്കും. അവശേഷിക്കുന്ന കുടിശ്ശിക മാർച്ച് മാസത്തിൽ നൽകുമെന്നും സർക്കാർ വ്യക്തമാക്കി. ധനമന്ത്രി 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷനോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടുത്ത വാർത്ത അപ്ഡേറ്റ് കണക്ട് യുവർ സ്കോളർഷിപ്പ് 2ാം ഗഡുവിനെ കുറിച്ചാണ്. കണക്ട് യുവർ സ്കോളർഷിപ്പ് പദ്ധതിയുടെ 2ാം ഗഡു വിതരണം ഈ മാസം നടക്കും. ആദ്യഘട്ടത്തിൽ സെലക്ഷൻ ലഭിച്ച ഗുണഭോക്താക്കൾക്ക് 1000 രൂപ ഈ മാസം അക്കൗണ്ടുകളിൽ ലഭിക്കും. അപേക്ഷ സമർപ്പിച്ചവർ ഗൂഗിൾ ക്രോമിൽ കണക്ട് യുവർ സ്കോളർഷിപ്പ് സ്റ്റേറ്റസ് എന്ന് സെർച്ച് ചെയ്ത് ആദ്യ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ IDയും രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ യൂസ് ചെയ്ത് ലോഗിൻ ചെയ്ത നിലവിലെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കും. നിലവിൽ ജോലി ചെയ്യുന്നവർക്കും മറ്റ് സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നവർക്കും ഈ പദ്ധതിക്ക് അർഹതയില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പ്രധാന അറിയിപ്പാണ്. വിധവാ പെൻഷൻ, 50 വയസ്സിന് മുകളിലുള്ള അവിവാഹിത വനിതകളുടെ പെൻഷൻ തുടങ്ങിയ ചില സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവർ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായും സമർപ്പിക്കണം. ഇത് പെൻഷൻ തുടർച്ചയായി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പുനർപരിശോധന റീവെരിഫിക്കേഷൻ നടപടിയാണ്. അക്ഷയ കേന്ദ്രം വഴിയോ ഓൺലൈൻ ജനസേവന കേന്ദ്രങ്ങൾ വഴിയോ വില്ലേജ് ഓഫീസറിന് അപേക്ഷ നൽകി സർട്ടിഫിക്കറ്റ് ലഭിക്കണം. സർട്ടിഫിക്കറ്റിന്റെയും ആധാർ കാർഡിന്റെയും പകർപ്പ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഓഫീസിൽ സമർപ്പിക്കണം. അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് 2026 മാർച്ച് 31 സമയപരിധിക്കുള്ളിൽ രേഖകൾ നൽകാത്ത പക്ഷം പെൻഷൻ താൽക്കാലികമായി തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. അടുത്ത വാർത്ത അപ്ഡേറ്റ് ഫെബ്രുവരി വിതരണവും ഫണ്ട് വിവരങ്ങളെയും കുറിച്ചാണ്. ഫെബ്രുവരി മാസത്തെ വിതരണ നടപടികൾ 20ാം തീയതിക്ക് ശേഷം ആരംഭിക്കും. 25ാം തീയതിയോടുകൂടി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരും. സംസ്ഥാനത്ത് വിതരണം തടസ്സമില്ലാതെ നടത്താൻ സർക്കാർ 14,500 കോടി രൂപയോളം പ്രത്യേകം ഫണ്ട് മാറ്റിവെച്ചിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ ആനുകൂല്യങ്ങളുടെ നോഡൽ ഏജൻസിയായി പ്രവർത്തിച്ചിരുന്ന സപ്ലൈകോയെ താൽക്കാലികമായി മാറ്റി ഇനി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നേരിട്ട് ആനുകൂല്യങ്ങൾ നടപ്പിലാക്കും. ഇതിലൂടെ സ്റ്റോക്ക് എത്താത്തതുപോലുള്ള പ്രശ്നങ്ങൾ കുറയും. മാസാവസാനത്തെ തിരക്ക് ഒഴിവാക്കാം. റേഷൻ വ്യാപാരികൾക്കും ഗുണഭോക്താക്കൾക്കും നേരിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനും ഇത് സാധിക്കും. കൂടാതെ BPI റേഷൻ കാർഡിലേക്കുള്ള അപേക്ഷകൾ ഫെബ്രുവരി 13 വരെ സ്വീകരിക്കും. സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ, മാവേലി സ്റ്റോറുകൾ എന്നിവ വഴി സബ്സിഡി ഉൽപ്പന്നങ്ങൾ വാങ്ങാം. റേഷൻ കാർഡ് ഹാജരാക്കി മാത്രമേ വാങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്ത അറിയിപ്പ് PM കിസാൻ ആനുകൂല്യം വാങ്ങുന്ന എല്ലാവരും അവരുടെ സ്റ്റാറ്റസ് നിർബന്ധമായും പരിശോധിക്കണം. സ്റ്റാറ്റസ് പരിശോധിച്ചാൽ ഏതെങ്കിലും രേഖകൾ സമർപ്പിക്കാനുണ്ടോ, KYC, ബാങ്ക് ഡീറ്റെയിൽസ് എന്നിവയിൽ പിശകുകളുണ്ടോ എന്നിവ വ്യക്തമായി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രശ്നങ്ങൾ സമയത്ത് പരിഹരിച്ചില്ലെങ്കിൽ അടുത്ത ഗഡു തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ ഗുണഭോക്താക്കൾ ഉടൻ തന്നെ ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് ആണ് ഡെയിലി അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ കൊടുക്കാനും മറക്കരുത്. കൂടാതെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ഒരു ഡെയിലി അപ്ഡേറ്റുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.